ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മർദ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ദ്രാവകമർദ്ദമാണ്. ദ്രാവകമർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രാവകങ്ങൾ പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ഖരപദാർത്ഥങ്ങൾ മാത്രമല്ല മർദ്ദം പ്രയോഗിക്കുന്നത്, ദ്രാവകങ്ങളും വാതകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അതിൽ ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദത്തിനെയാണ് നമ്മൾ ദ്രാവകമർദ്ദം എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, നമ്മുടെ കയ്യിൽ ആ പ്ലാസ്റ്റിക് കവർ മുറുക്കി കെട്ടുക, എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ, ആ പ്ലാസ്റ്റിക് കവർ കെട്ടിയ കൈ ജലത്തിലേക്ക് താഴ്ത്തുക. അപ്പോൾ കവർ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നത്? അവിടെ ആ ഒരു ജലം ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെയും അതുവഴി നമ്മുടെ കയ്യിലും ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്, ഒരു ദ്രാവകമർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ആ ഒരു ദ്രാവകമർദ്ദം കാരണമാണ് ആ പ്ലാസ്റ്റിക് കവർ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ദ്രാവകമർദ്ദത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഏതൊക്കെ ദിശകളിലേക്കാണ് ഒരു മർദ്ദം പ്രയോഗിക്കുക? ഒരു ദ്രാവകം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മർദ്ദം പ്രയോഗിക്കും. ഒരു ദ്രാവകം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഏതൊക്കെ ദിശകളിലേക്കാണ് മർദ്ദം പ്രയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിശകളിലേക്കൊക്കെ മർദ്ദം പ്രയോഗിക്കും. ആ മർദ്ദമാണ് ദ്രാവകമർദ്ദം. ഇനി നമുക്കതിനൊരു നിർവചനം പറയാൻ പറ്റും. ഈ ദ്രാവകത്തിൻ്റെ കേസിലുണ്ട് വ്യാപകമർദ്ദം. ദ്രാവകത്തിൻ്റെ കേസിൽ വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ദ്രാവകം ലംബമായിട്ട് പ്രയോഗിക്കുന്ന ബലമാണ്. ഇനി ദ്രാവകമർദ്ദം എന്ന് പറയുന്നത് ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് ദ്രാവകമർദ്ദം. അപ്പം ദ്രാവകം ലംബമായിട്ട് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ കേസിലുള്ള വ്യാപകമർദ്ദമാണ്. ദ്രാവകത്തിൻ്റെ കേസിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തിന് നമ്മൾ ദ്രാവകമർദ്ദമെന്ന് വിളിക്കുന്നു. ഇനി നോക്കാനുള്ളത് ഈ ദ്രാവകമർദ്ദം എന്തൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോരോ പരീക്ഷണങ്ങളിലൂടെ നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പരീക്ഷണം. ഒരു പ്ലാസ്റ്റിക് കുപ്പീൻ്റെ താഴെ ഒരു സുഷിര ഉണ്ടാക്കുക, ഒരു ദ്വാരം ഉണ്ടാക്കുക. ദ്വാരം ഉണ്ടാക്കിയതിന് ശേഷം ആ ദ്വാരം അടച്ചു പിടിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച ശേഷം നമ്മളത് തുറന്ന് വിടാം. അടച്ചു പിടിച്ച ഭാഗം നമ്മൾ ഫ്രീ ആക്കി വിടാം, ശേഷം തുറന്ന് വിടാം. അപ്പം പുറത്തേക്ക് വരുന്ന ജലപ്രവാഹം നമ്മൾ നിരീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ലെവൽ, കുപ്പിയിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ ഒരു സുഷിരത്തിലൂടെ പുറത്ത് വരുന്ന ജലപ്രവാഹത്തിൻ്റെ സ്വഭാവത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? എന്താണ്? കുപ്പിയിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ജലത്തിൻ്റെ ശക്തിയും കുറയും. ആദ്യം തന്നെ ആ ദ്വാരത്തിലൂടെ വരുന്ന ജലം കുറച്ച് അധികം ദൂരേക്ക് പോകും. പിന്നെ കുപ്പിയിലെ ജലത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ദ്വാരത്തിലൂടെ വരുന്ന വെള്ളത്തിനും അത്ര ശക്തി ഉണ്ടാവില്ല, ശക്തി കുറവായിരിക്കും. ഇപ്പോൾ ശക്തി കുറവാകുന്ന സമയത്ത് അതധികം ദൂരേക്ക് പോവില്ല, ആ ദൂരം കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ദ്രാവകത്തിന് ആഴം കൂടുതൽ എപ്പോഴാണ്? തുടക്കത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ് ദ്രാവകത്തിന് ആഴം കൂടുതൽ. ആ ഒരു ജലത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മൊത്തം നോക്കുന്ന സമയത്ത് ആഴം കുറയുക ചെയ്യുന്നത്. അപ്പം ആഴം കൂടുതലായിരിക്കുന്ന സമയത്ത് സുഷിരത്തിലൂടെ വരുന്ന ജലം കൂടുതൽ ദൂരേക്ക് പോകും, അപ്പം മർദ്ദം കൂടുതലായിരിക്കും. ആഴം കുറഞ്ഞു വരുന്ന സമയത്ത് സുഷിരത്തിലൂടെ വരുന്ന വെള്ളം അധികം ദൂരേക്ക് പോകില്ല, അതിൻ്റെ ശക്തി കുറയും, അതിൻ്റെ മർദ്ദം കുറയും. അപ്പം മൊത്തത്തിൽ ദ്രാവകത്തിൻ്റെ ആഴം കൂടുതലായിരിക്കുന്ന സമയത്ത് ദ്രാവകമർദ്ദം കൂടുതലാണ്. ആഴം കുറയുന്ന സമയത്ത് ദ്രാവകമർദ്ദം കുറയുന്നു. ഇതിൽ എന്ത് മനസ്സിലാക്കാം? ദ്രാവകത്തിൻ്റെ ആഴം കൂടുന്ന സമയത്ത് മർദ്ദം കൂടുന്നു, ദ്രാവകത്തിൻ്റെ ആഴം കുറയുന്ന സമയത്ത് മർദ്ദം കുറയുന്നു. അപ്പം ആഴമെന്ന് പറയുന്നത് ദ്രാവകമർദ്ദത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അത് കൂടുന്ന സമയത്ത് ദ്രാവകമർദ്ദം കൂടുന്നു, അത് കുറയുന്ന സമയത്ത് ദ്രാവകമർദ്ദം കുറയുന്നു. ഇനി വേറെ എന്തൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അടുത്തൊരു പരീക്ഷണം നോക്കുക. ഇവിടെ ചിത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പലക എടുക്കുക, പലേൻ്റെ മേലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു സിറിഞ്ച് നമ്മൾ ഉറപ്പിക്കണം.
പിന്നെ വേണ്ടത് ഒരു IV സെറ്റാണ്. IV സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, അതെടുത്ത് അതിൻ്റെ ഒരു ഭാഗം ഈ സിറിഞ്ചുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ മറ്റൊരു കുപ്പിയിൽ വെള്ളം എടുക്കണം, പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം എടുക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ചൊരു ഹൈറ്റിൽ വെക്കുക. കുറച്ചൊരു ഹൈറ്റിൽ വെച്ചിട്ട് IV സെറ്റിൻ്റെ അടുത്ത അറ്റം അതിലേക്ക് കുത്തണം. എന്നിട്ട് പിന്നെ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ വരുന്ന ഭാഗം ഈ പലകേൻ്റെ മേലെ ഒരു പേനേൻ്റെ കൂട് വെച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യണം. അതവിടെ പലക മേലെ ഉറപ്പിക്കണം. പിന്നെ ഈ പേനേൻ്റെ കൂടിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ഈർക്കിൽ ഘടിപ്പിക്കണം. ഇതെങ്ങനെയായിരിക്കണം സജ്ജീകരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഉണ്ടല്ലോ, ആ പിസ്റ്റൺ നീങ്ങുന്ന സമയത്ത് അതിനനുസരിച്ച് പേനേൻ്റെ കൂടും ഈർക്കിലും കറങ്ങണം. ആ രീതിയിൽ ഘടിപ്പിക്കണം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം എടുക്കാം. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം എടുക്കുകയും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് ഹൈറ്റിലേക്ക് ഉയർത്തുകയും ലാസ്റ്റ് ചെയ്താൽ മതി. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പിസ്റ്റൺ കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് പേനേൻ്റെ കൂടും ഈർക്കിലും കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു മർദ്ദം, ഒരു ദ്രാവകമർദ്ദം വന്നു. ആ ദ്രാവകമർദ്ദം കാരണമാണ് ഇങ്ങനെ പിസ്റ്റൺ ബാക്കോട്ട് നീങ്ങുന്നതും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പേനേൻ്റെ കൂടും ഈർക്കിലും അതുകൊണ്ട് തിരിയുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിൽ കൂടുതൽ ഉയർത്തുന്ന സമയത്ത് പിസ്റ്റൺ കൂടുതൽ ബാക്കോട്ട് നീങ്ങുന്നതും പേനയുടെ കൂടും ഈർക്കിലും കൂടുതൽ കറങ്ങുന്നതായിട്ടും കാണാം. അപ്പം അതായത് ബോട്ടിലിൻ്റെ ഹൈറ്റ് കൂടുന്ന സമയത്ത്, ഉയരം കൂടുന്ന സമയത്ത് ദ്രാവകമർദ്ദം കൂടുന്നുണ്ട് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാം. പിന്നെ ജലത്തിന് പകരം ഉപ്പ് ലായനി ഉപയോഗിച്ച് ഇതേ പരീക്ഷണം തന്നെ ആവർത്തിക്കുക. അപ്പോഴെന്തായിരിക്കും? അപ്പം നമ്മൾ ജലം ഉപയോഗിച്ചപ്പം കറങ്ങുന്നതിനേക്കാളും കൂടുതൽ പേനയുടെ കൂടും ഈർക്കിലും കറങ്ങുന്നതായിട്ടും കൂടുതൽ പിസ്റ്റൺ ബാക്കോട്ട് ആവുന്നതായിട്ടും കാണാൻ പറ്റും. കാരണം എന്താണ്? ഉപ്പ് ലായനിക്ക് ദ്രാവകമർദ്ദം കൂടുതലാണ്. ഉപ്പ് ലായനിക്ക് ജലത്തിനേക്കാളും സാന്ദ്രത ഉണ്ട്. ജലത്തിനേക്കാളും ഉപ്പ് ലായനിക്ക് സാന്ദ്രത ഉണ്ട്. അപ്പോൾ സാന്ദ്രത കൂടുന്ന സമയത്ത് ദ്രാവകമർദ്ദവും കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ലായനിക്ക് ദ്രാവകമർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് ലായനിയുടെ കേസിൽ നമുക്കിത് കൂടുതലായിട്ട് പിസ്റ്റൺ നീങ്ങുന്നതായിട്ടും പേനയുടെ കൂടും ഈർക്കിലും കൂടുതൽ കറങ്ങുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പം മറ്റൊരു ഘടകം, ദ്രാവകമർദ്ദത്തിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുന്ന സമയത്ത് ദ്രാവകമർദ്ദവും കൂടുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ദ്രാവകരൂപത്തിൻ്റെ ഉയരം, ആഴം അല്ലെങ്കിൽ ഉയരം എന്ന് നമുക്ക് പറയാം. ദ്രാവകരൂപത്തിൻ്റെ ഉയരമാണ് ഒന്ന് സ്വാധീനിക്കുന്ന ഘടകം. മറ്റൊന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ്. പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ് ദ്രാവകരൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും. ഇനി ഈ ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്, മർദ്ദമാപിനി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പം അതിന് ആദ്യം തന്നെ ഒരു പലക എടുക്കണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ്, നമുക്ക് യു ഷേപ്പിലൊക്കെ മടക്കാനായിട്ട് പറ്റുന്ന പ്ലാസ്റ്റിക് ട്യൂബ്, അത് യു ഷേപ്പിൽ മടക്കിയിട്ട് നമ്മൾ ആ പലക മേലെ ഫിക്സ് ചെയ്യണം, ഉറപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം കുറച്ചധികം നീളത്തിൽ ആ പലകയും നമുക്ക് പുറത്തേക്ക് കിട്ടണം. ആ രീതിയിൽ വേണം ഉറപ്പിക്കാനായിട്ട്. എന്നിട്ട് കുറച്ചധികം പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗം ഒരു ഫണലുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ആ ഒരു ഫണലിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഒരു ബലൂണ് കെട്ടി ഒരു ഡയഫ്രം പോലെ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ആ യു ഷേപ്പ് വരുന്ന പലകേൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത ആ ഭാഗമല്ലേ, അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സ്കെയിൽ പലക മേലെ ഉറപ്പിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മർദ്ദമാപിനി റെഡിയായി. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാനുള്ളത്. പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തിൻ്റെ മർദ്ദമാണോ അളക്കേണ്ടത് ആ മർദ്ദം നമ്മൾ ആ ഡയഫ്രത്തിന് മേലെ കൊടുക്കണം. ഡയഫ്രത്തിന് മേലെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ യുവിൻ്റെ രണ്ട് ഭാഗമല്ലേ, രണ്ട് ഭാഗത്തെയും ജലനിരപ്പുകൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും.
ആ വ്യത്യാസമാണ് നമ്മൾ അളക്കുന്നത്. ആ വ്യത്യാസം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാനായിട്ട് പറ്റും. ആ വ്യത്യാസമാണ് നമ്മൾ മർദ്ദമായിട്ട് അളക്കുന്നത്. നമ്മളെ കൈ ഉപയോഗിച്ച് ആ ഡയഫ്രത്തിന് മേലെ ഒരു മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ യുവിൻ്റെ 2 ഭാഗത്തെയും ജലനിരപ്പുകൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ആ ഒരു മർദ്ദം കൂട്ടുകയാണെങ്കിൽ ആ ജലനിരപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം അതിനനുസരിച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു ദ്രാവകത്തിൻ്റെ മർദ്ദം നമുക്ക് അളക്കണമെങ്കിൽ ആ ദ്രാവകത്തിൽ ഈ ഡയഫ്രത്തിനെ മുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുക്കണം. വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുത്തിട്ട് അതിലൊക്കെ നമ്മൾ ഈ മർദ്ദമാപിനി മുക്കി നോക്കി ഈ ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജലം എടുക്കണം, ഉപ്പുവെള്ളം എടുക്കണം, മണ്ണെണ്ണ എടുക്കണം. എന്നിട്ട് ഈ 3 ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള മർദ്ദം നമ്മൾ നോക്കണം, പകുതി താഴ്ചയിലുള്ള മർദ്ദം നോക്കണം, അടിയിലുള്ള മർദ്ദം നോക്കണം. ഈ കേസിലൊക്കെ ട്യൂബിലെ ജലനിരപ്പിലെ വ്യത്യാസം എത്രയാണെന്നുള്ളത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളക്കണം. നമ്മൾ ആദ്യം തന്നെ ഉപരിതലത്തിൽ നോക്കുക. അപ്പം ഉപരിതലത്തിൽ ജലത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു 3 കിട്ടുന്നതെങ്കിൽ ഉപ്പുവെള്ളത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 4 കിട്ടുക. എന്താണ്? ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുതലാവുന്ന സമയത്ത് ദ്രാവകമർദ്ദം കൂടും. ഇനി മണ്ണെണ്ണ നോക്കുകയാണെങ്കിൽ ഒരു 2 കിട്ടുക. കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറയുന്ന സമയത്ത് ദ്രാവകമർദ്ദം കുറയും. ഇനി നമ്മൾ ബീക്കറിൻ്റെ പകുതി താഴ്ചയിലേക്ക് പോവുക. ജലത്തിൻ്റെ ലെവലിൻ്റെ ഒരു പകുതിയിൽ നമ്മൾ ഡയഫ്രം വെക്കുക. എന്നിട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് ജലത്തിൽ നോക്കുമ്പം ഒരു 4 കിട്ടുകയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ അതിനേക്കാളും കൂടുതലായിരിക്കും, ഒരു 5 കിട്ടും. മണ്ണെണ്ണ ആകുമ്പം അതിനേക്കാളും കുറവായിരിക്കും, ഒരു 3 കിട്ടും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം താഴേക്ക് പോകുന്ന സമയത്ത് ഉപരിതലത്തിൽ നമ്മൾ ഓരോ കേസിലും നമുക്ക് കിട്ടിയ മൂല്യത്തിനേക്കാളും ഇവിടെ മൂല്യം കൂടുതലാണ്. ഇപ്പോൾ ജലത്തിൻ്റെ കേസിൽ 3 4 ഉപ്പുവെള്ളത്തിൻ്റെ കേസിൽ 4 5 മണ്ണെണ്ണയുടെ കേസിൽ 2 3 അതെന്തുകൊണ്ടാണ്? കാരണം താഴേക്ക് പോകുന്ന സമയത്ത്, ദ്രാവകത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ മർദ്ദം കൂടും. ആഴം കൂടുന്ന സമയത്ത് മർദ്ദം കൂടും. അപ്പം പകുതി താഴ്ചയിൽ നിന്ന് പിന്നെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അളവുകളൊക്കെ പിന്നെയും കൂടുതലായിരിക്കും. അപ്പം ബീക്കറിൻ്റെ അടിത്തട്ടിൽ ഇപ്പം ജലത്തിൽ 5 ഉപ്പുവെള്ളത്തിൽ 6 എന്താണ്? ഉപ്പുവെള്ളത്തിൽ അവിടെ സാന്ദ്രത കൂടി. മണ്ണെണ്ണയിലാവുന്ന സമയത്ത് ജലത്തിനേക്കാളും കുറവായിരിക്കും. ജലത്തിൽ നമുക്ക് 5 കിട്ടുക. അപ്പം മണ്ണെണ്ണയിലൊരു 4 നമുക്ക് കിട്ടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണയ്ക്ക് ജലത്തിനെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ്. പക്ഷേ ഇപ്പം ജലത്തിലെ വാല്യൂസ് മാത്രം നോക്കുക. അപ്പം ഉപരിതലത്തിൽ 3, ബീക്കറിൻ്റെ പകുതി താഴ്ചയിൽ 4, ബീക്കറിൻ്റെ അടിത്തട്ടിൽ 5. അപ്പം താഴേക്ക് പോയ സമയത്ത് ആ വാല്യൂസ് കൂടി. അപ്പം ആഴം കൂടുന്ന സമയത്ത് മർദ്ദം കൂടുന്നുണ്ട്. ഉപ്പുവെള്ളത്തിലാണെങ്കിലും 4 5 6 എന്നാണ് കിട്ടിയത്. അപ്പം ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നു. മണ്ണെണ്ണയിലാണെങ്കിലും ഉപരിതലത്തിൽ 2, പകുതി താഴ്ചയിൽ 3, അടിത്തട്ടിൽ 4 എന്നാണ് കിട്ടിയത്. അപ്പോൾ അവിടെയും താഴേക്ക് പോകുന്ന സമയത്ത് മർദ്ദം കൂടി, ആഴം കൂടുന്ന സമയത്ത് മർദ്ദം കൂടി. ഇവിടെയാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത്. അടിത്തട്ടിലാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെട്ടത്. ഏതിൻ്റെ കേസിലാണെങ്കിലും അടിത്തട്ടിലാണ് കൂടുതൽ മർദ്ദം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഏത് ദ്രാവകത്തിലാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത്? നമുക്ക് മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടത് ഉപ്പുവെള്ളത്തിലാണ്. കാരണം ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.